നിങ്ങൾ എല്ലാവരും ഒരാൾ ഒന്ന് ഇറങ്ങിയ ഒന്നുമില്ല. അല്പനേരം മുമ്പ്, അതായത് 10 മിനിറ്റ് മുമ്പാണ് കെ സുധാകരനെ കാണാനായി UDF സ്ഥാനാർത്ഥിയായിരിക്കുന്ന TO മോഹൻ എത്തുന്നത്. ഈ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ 10 മിനിറ്റോളം കഴിയുന്നു. ഓഫീസ് റൂമിൽ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം കെ സുധാകരൻ ഇവരോട് വന്ന് സംസാരിക്കും, ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. പ്രത്യേകിച്ച് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനിടയിലുണ്ട്. കാരണം കെ സുധാകരൻ്റെ പിന്തുണ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കണ്ണൂരിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെങ്കിലും കെ സുധാകരൻ്റെ പിന്തുണ കൂടി ഉണ്ടായാൽ മാത്രമേ UDFന് വലിയ രീതിയിലുള്ളൊരു വിജയം സ്വന്തമാക്കാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആദ്യ ദിവസമായ, അതായത് ഇന്നലെയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം, TO മോഹനൻ ഇവിടേക്ക് എത്തിയ ഒരു സാഹചര്യമാണുള്ളത്. അല്പനേരത്തിനുള്ളിൽ തന്നെ കെ സുധാകരൻ ഇവിടേക്ക് എത്തിച്ചേരുകയും ഇവരോട് സംസാരിക്കുകയും ചെയ്യും. വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കൂടിക്കാഴ്ച തന്നെയാണ്. തീർച്ചയായും കെ സുധാകരൻ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. UDF സ്ഥാനാർത്ഥിയായിരിക്കുന്ന മോഹനുമായി കാണുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കണ്ണൂരിൽ ഈ ഒരു സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് ഈ ഒരു സീറ്റ് ആഗ്രഹിച്ച് ഹൈക്കമാൻഡിനെ വരെ ഹൈ പ്രഷറിൽ നിർത്തിയ ആൾ കൂടിയാണ് കെ സുധാകരൻ. പിന്നീട് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ നൽകും എന്ന ഉറപ്പ് നൽകിയിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്നും മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കണ്ണൂരിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്ന UDF സ്ഥാനാർത്ഥി മോഹനനുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് UDF നേതൃത്വത്തിന് തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിലുള്ളത്. പ്രത്യേകിച്ച് പ്രചരണ പരിപാടികൾക്കടക്കം അദ്ദേഹം ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളടക്കം ഇന്ന് വ്യക്തമാകും. അതോടൊപ്പം ഈ ഒരു പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് TO മോഹൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഒരാൾ ഒന്ന് ഇറങ്ങിയ ഒന്നുമില്ല. ഒന്ന് ഇറങ്ങ പുറത്ത് വരും. ഹലോ 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 എൻ്റെ അമ്മ